എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. നീ ഇതുവരെ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ, വീട്ടുകാർ ഒരു ചായ കുടിച്ചിട്ട് പോവാം. അതെ, ഞാനും വരാം. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചവരാ. അതെന്താ നിങ്ങൾ ഓരോ ക്ലാസ്സിലേക്കും ബെഞ്ചും കൂടെ കൊണ്ടുപോകാറുണ്ടോ? എന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായുള്ള കടൽ കൊള്ളക്കാർ ആയിരക്കണക്കിന് കപ്പലുകൾ ഇവിടെ മുക്കിയിട്ടുണ്ട്. ഓ, അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത്. എന്താ മാഷേ, പെണ്ണു കാണാൻ പോണ്ടോ? മാഷേ, ഞാനേ എന്റെ ഒരു സഹപ്രവർത്തകൻ നസ്രാണി മലയാള മാഷ, അയാൾ അറ്റം കെട്ടി തൂങ്ങിച്ചത്ത്. അതിന്റെ 16 അടി തന്നെ പോവാ. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ 302 മുതൽ 310 വരെ തൂക്കിക്കൊല്ലുന്ന കപ്പലാണ്. അതിനുള്ള കപ്പാസിറ്റി എനിക്കതില്ല. തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് പോവാം. ശരി. ഗോവിന്ദൻ, ദാമോദരൻ, ദാമു. ദൈവമേ, ഞാനടി ഓരോ പെറ്റി കേസുകളുടെ പേരും പറഞ്ഞ് പലതവണ ആയല്ലോ നിങ്ങൾ ഇവിടെ വരുന്നു. പെറ്റി കേസ് അല്ലാണ്ട് ഈ ശരീരത്തിൽ മേജർ കേസ് അതിന് കിട്ടേണ്ട സാറ്. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാ ചോദിച്ചു നോക്കി. നിങ്ങളൊക്കെ പറയുന്നത് ഓട്ടോ ലക്ഷ്യമാണെന്ന് അറിയാമോ? അതെന്താ സാർ, കൂടുതൽ നാളെ എടുക്കാൻ പറ്റുന്ന നോപ്പാണോ? ആണീ തിരക്കല്ലേ. ശരി ശരി, സാറ് വല്ലത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്താണ് കൂടി മാറ്റാൻ ഒരു മടി? ഞാൻ അവിടുത്തെ പെർമനന്റ് അല്ലേ. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് തോല ജയിക്കുന്ന ഊർമി. സ്മോൾ ചാറ്റ്, സ്മോൾ 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 സ്മോൾ. ഓക്കെ, അല്ല നീ ഇവിടെ വെള്ളം വയ്ക്കുക, അല്ലെങ്കിൽ ആദ്യക്കാർ വെള്ളം വെച്ചിട്ടാ. ഈ കക്ക് ഗൾഫിലെന്തായിരുന്നു പണി? ഷേക്ക്. ഷേക്കോ? അതെ, ഷേക്ക് എന്ന് പറഞ്ഞാൽ ഈ ശൗര്യത്തിൽ മണ്ണ് കിട്ടുന്നത് ഒരു ഷേക്ക്. നിർഭാഗ്യവാന്മാർ, നിങ്ങൾക്കാർക്ക് പഠിച്ചില്ല. അയച്ചത് കമ്പനിക്ക്. വിജയം പരാജയത്തിന്റെ ലക്ഷണമാണ്. ഇന്നലത്തെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാട്ടെ. എന്താണ്? വെനി വെനി റിട്ടേൺ ഓഫ് ദി ഡ്രാഗൺ. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. പിതാവിന്റെയും പുത്രന്റെയും രക്ഷ ഈ ദുനിയാവില് ചേട്ടൂന് എപ്പോഴും ഉണ്ടാവും. ഇയാൾ എന്തായി കാണിക്കണേ? ടിഷ്യൂ, ടിഷ്യൂ.